ഫൈനലി UDF സർക്കാർ ഭരണത്തിൽ കയറിയതിനു ശേഷം നമ്മളെല്ലാവരും കാത്തിരുന്ന വണ്ടി മോഡിഫിക്കേഷനെ കുറിച്ചുള്ള ആ ഒരു അപ്ഡേറ്റ് ഇല്ലേ, ആ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മനോരമ ന്യൂസ് ആണ് ഈ അപ്ഡേറ്റ് പുറത്തു വിട്ടിരിക്കുന്നത്. MVD അനുവദിക്കാൻ പറ്റുന്ന മോഡിഫിക്കേഷനുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയെന്നും അത് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നാണ് ഇപ്പൊ മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഗവൺമെന്റ് ഇത് സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡിഫിക്കേഷനൊക്കെ നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് പറയണേ. അപ്പോൾ നമുക്ക് അനുവദനീയമായ മോഡിഫിക്കേഷന്റെ ലിസ്റ്റ് ഒന്ന് നോക്കാം. വാഹനങ്ങളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറുകളാണ്. അതായത് നല്ല ചിത്രങ്ങൾ, സ്റ്റൈലിഷ് ആയിട്ടുള്ള രൂപങ്ങളൊക്കെ തന്നെ ഇനി നമ്മുടെ വാഹനങ്ങളിൽ അനുവദിച്ചേക്കും. വാഹനത്തിനുള്ളിൽ സ്ഥാപിക്കുന്ന ലൈറ്റുകളാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള, നല്ല മിന്നിത്തിളങ്ങുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ലൈറ്റുകളും ഇനി അനുവദിക്കപ്പെട്ടേക്കാം. മറ്റൊന്നാണ്, യാത്രയൊക്കെ പോകുമ്പോൾ പാട്ട് കേട്ട് അടിച്ചു പൊളിച്ചു പോകാൻ അധികം സ്പീക്കറുകളാകാം എന്നും ഗതാഗത കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയും. ഇത് കൂടാതെ പ്രത്യേക അനുമതിയോടുകൂടി വരുത്താവുന്ന ചില രൂപമാറ്റങ്ങളും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ മാറ്റം, വാഹനത്തിന്റെ ബോഡിയുടെ രൂപമാറ്റം, അല്ലെങ്കിൽ വാഹനം ഇലക്ട്രിക്കലാക്കിയോ അല്ലെങ്കിൽ CNGയിലൊക്കെ മാറുന്നതും ഇതുപോലെ മുൻകൂട്ടി അപേക്ഷ നൽകി അനുമതി നൽകി മാറ്റാവുന്നവയുടെ വിവരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് കേട്ടിട്ട് നിങ്ങളുടെ വണ്ടിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഇപ്പൊ തന്നെ വരുത്താനായിരുന്നു നോക്കണ്ട. നമ്മുടെ കേരള സർക്കാർ അംഗീകരിച്ചാൽ മാത്രമേ ഇത് ലീഗലാവുള്ളൂ. അപ്പോ നിങ്ങളുടെ വണ്ടി മോഡിഫിക്കേഷന്റെ അപ്ഡേറ്റ് കാത്തിരുന്ന എല്ലാ ഫ്രണ്ട്സിലെ അവർക്ക് പെട്ടെന്ന് ഈ റീൽ അയച്ചു കൊടുത്തോ.